നമസ്കാരം. കഴിഞ്ഞ ജനുവരി 20 ബഹുമാനപ്പെട്ട നെയ്യാറ്റിൻകര അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി ഷാരോൺ വധക്കേസിൽ 587 പേജുള്ള ഒരു വിധിന്യായം പുറപ്പെടുവിക്കുകയുണ്ടായി. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും വിധിക്കുകയുണ്ടായി. അതൊരു വിചിത്ര വിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വധശിക്ഷ വിധിച്ചിരുന്ന ഒരു പ്രതിക്ക് ഏകദേശം 10 കൊല്ലം അദ്ദേഹം ജയിലിലായിരുന്നു. അദ്ദേഹത്തെ നിരുപാധികം വിട്ടയക്കുകയും അതിനുപരി സർക്കാരിനോട് അദ്ദേഹത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും വിധിക്കുകയുണ്ടായി. അതുപോലെ ഒരു കേസായി മാറുമോ ഗ്രീഷ്മ കേസ് എന്നാണ് ഞാൻ ഈ വിധിന്യായം സമയമെടുത്ത് വളരെ കാര്യമായി പഠിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ ഉദിക്കുന്ന ഒരു സംശയം. കാരണം നമുക്ക് ഇവർക്കും അറിയാം, ഗ്രീഷ്മയുടെയും ഷാരൂണിൻ്റെയും വീടുകൾ തമ്മിൽ 3-3.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 15 മിനിറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ഒരു ബൈക്കിൽ അവിടെ എത്തപ്പെടാൻ സാധിക്കുമായിരുന്നു. എങ്കിലും അവർ രണ്ടുപേരും 2 പ്രത്യേക സംസ്ഥാനങ്ങളിലായിരുന്നു ജീവിച്ചിരുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏവർക്കും അറിയാം, ആർക്കും അതിൽ ഒരു സംശയവുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീഷ്മ വിഷം കൊടുത്തത് തമിഴ്നാട്ടിൽ വച്ചായിരുന്നു. അതായത് കുറ്റകൃത്യം നടന്നത് തമിഴ്നാട്ടിൽ വച്ച് ആയിരുന്നു. എന്നാൽ ഷാരോൺ മരണവുമായി മല്ലടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന വേളയിൽ പാറശാല പോലീസിന് വ്യക്തമായ പരാതികൾ ലഭിച്ചു എങ്കിലും അവർ അന്വേഷണത്തിന് മുതിർന്നില്ല. അതിനുശേഷം ഒക്ടോബർ മാസം 25 ഷാരോൺ മരണമടഞ്ഞതിനു ശേഷം പോലും അവർ ഒരു അന്വേഷണത്തിന് മുതിർന്നില്ല. പിന്നെ മാധ്യമങ്ങളൊക്കെ ഇതൊരു ചർച്ചാ വിഷയം ആക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേരള പോലീസ് ഒരു അന്വേഷണത്തിന് മുതിർന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടും ഈ അന്വേഷണം നടത്തേണ്ടിയിരുന്നത് തമിഴ്നാട് പോലീസാണ്. ഈ കേസ് വിചാരണ ചെയ്യപ്പെടേണ്ടിയിരുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ സെഷൻസ് കോടതി ആയിരുന്നു. എന്നാൽ കേരള പോലീസിന് അവർക്ക് തന്നെ ഈ കേസ് അന്വേഷിക്കണമെന്നും കേരളത്തിൽ തന്നെ അതിൻ്റെ വിചാരണ നടത്തണമെന്നും എന്തോ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അതിന് അവർ തല പുകഞ്ഞ് ആലോചിച്ച് കണ്ടെത്തിയ ഒരു കാര്യമാണ് ഗ്രീഷ്മ ഷാരൂണിനെ കേരളത്തിൽ നിന്നും കൊല്ലാനായി തട്ടിക്കൊണ്ടുപോയി തമിഴ്നാട്ടിൽ വച്ച് വിഷം കൊടുത്തു എന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറ്റകൃത്യത്തിൻ്റെ ആരംഭം കേരളത്തിൽ നിന്നും തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള പോലീസിന് അത് അന്വേഷിക്കാൻ പറ്റും. കേരളത്തിലെ സെഷൻസ് കോടതിയിൽ അത് വിചാരണ ചെയ്യപ്പെടാനും പറ്റും. ആ ഒറ്റ ഉദ്ദേശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഗ്രീഷ്മയ്ക്കെതിരെ IPC സെക്ഷൻ 364 ചാർജ് ചെയ്തത്. അപ്പോ എന്താണ് ഈ സെക്ഷൻ 364? ഒരാൾക്ക് മറ്റൊരാളെ കൊല ചെയ്യണം എന്നുള്ള ഉദ്ദേശ്യത്തോടു കൂടി തട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ ഇതിലുള്ള ഏറ്റവും പ്രധാനമായ ഘടകം എന്ന് പറയുന്നത് ഈ തട്ടിക്കൊണ്ടു പോകലിന് മുമ്പേ തന്നെ ഈ പ്രതിക്ക്, ഭാവിയിൽ പ്രതിയാകാൻ പോകുന്ന ആളിന് അയാളെ കൊല്ലണം എന്നുള്ള ഒരു മെൻസ്രിയ ദുഷ്ടമനസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഏവർക്കും അറിയാം, മെൻസ്രിയ ഇല്ലാതെ ആർക്കും ഈ ലോകത്ത് ഒരു കുറ്റവും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കേരള പോലീസിന് തെളിയിക്കേണ്ടിയിരുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, പ്രോസിക്യൂഷന് തെളിയിക്കേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പേ തന്നെ ഗ്രീഷ്മയ്ക്ക് ഷാരൂണിനെ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശ്യം ഉണ്ടായിരുന്നു എന്ന് അസന്നിഗ്ധമായി തെളിയിക്കേണ്ടി വരും. നമുക്ക് ഏവർക്കും അറിയാം, നമ്മുടെ നിയമസംഹിത പറയുന്നത് എന്താണ്? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതായത് ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടണം എങ്കിൽ കുറ്റകൃത്യം സംശയാതീതമായി തെളിയിക്കപ്പെടണം. സംശയത്തിന്റെ ഏതെങ്കിലും ഒരു
കണിക പോലും ഉണ്ടെങ്കിൽ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് വന്നിട്ട് അത് അക്യൂസ്ഡിനായിരിക്കും ലഭിക്കുക. അപ്പോൾ ഇവിടെ കൊല ചെയ്യാനായി തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ചാർജിന് ഉപരിയായിട്ട് കൊലപാതകം, ഗിവിംഗ് ഫാൾസ് ഇൻഫർമേഷൻ, പിന്നെ വിഷദ്രാവകം മുതലായ കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരാളിനെ ഹർട്ട് ചെയ്യുക, പരിക്കേൽപ്പിക്കുക, ഈ വകുപ്പുകളാണ് ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയിരുന്നത്. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും ഹൈക്കോടതിക്ക് ഗ്രീഷ്മ ഷാരോണിനെ കൊല ചെയ്യണം എന്നുള്ള ഉദ്ദേശ്യത്തോടെ അല്ല തട്ടിക്കൊണ്ടുപോയത് എന്ന് വെളിപ്പെടുകയാണ് എങ്കിൽ ഈ 364 നിലനിൽക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യാറ്റിൻകര കോടതിക്ക് മറ്റുള്ള ചാർജുകൾ ട്രയൽ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല എന്ന് കോടതി കണ്ടെത്തും. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീഷ്മയ്ക്കെതിരെ പറഞ്ഞ എല്ലാ വിധികളും നൾ ആൻഡ് വോയിഡ് അബിനിഷോ ആയിട്ട് മാറും. ആരംഭത്തിലെ അസാധുവായി മാറും. ഗ്രീഷ്മ പൊടിയും തട്ടി വെളിയിൽ പോകും. ഞാനിവിടെ ഗ്രീഷ്മ കുറ്റക്കാരിയല്ലെന്നോ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നോ അല്ല പറഞ്ഞു വരുന്നത്. ഗ്രീഷ്മ തീർച്ചയായിട്ടും കുറ്റം ചെയ്തിട്ടുണ്ട്, ശിക്ഷ അനുഭവിക്കേണ്ടവർ തന്നെയാണ്. പക്ഷേ പോലീസിന്റെ കെടുകാര്യസ്ഥത മൂലം പ്രോസിക്യൂഷൻ കേസ് വേണ്ട വിധം നടത്താതെ ഭാവിയിൽ ഇതുപോലൊരു വിധി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ മകന് നീതി ലഭിച്ചു, ഞങ്ങൾക്ക് നീതി ലഭിച്ചു എന്നൊക്കെ പറയുന്ന ആശ്വസിക്കുന്ന ഷാരോണിന്റെ മാതാപിതാക്കൾക്ക് അവരോട് അന്ന് ആര് സമാധാനം പറയും എന്നുള്ളതാണ് ഇവിടെ ഉദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സെക്ഷൻ 362 CPC പ്രകാരം കിഡ്നാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരാളെ ഫോഴ്സ്ഫുള്ളി ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. യൂസേജ് ഓഫ് ഫോഴ്സ് ഈസ് എ മസ്റ്റ്. എന്നാൽ അബ്ഡക്ഷൻ എന്ന് പറയുന്നത് ബലം പ്രയോഗിച്ചും കൊണ്ടുപോകാം, അതല്ലെങ്കിൽ വഞ്ചനാപരമായ രീതിയിൽ പ്രലോഭനങ്ങളും മറ്റും നടത്തി ബലപ്രയോഗം കൂടാതെ തന്നെ ഒരാളിനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതാണ് അബ്ഡക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ 364 വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ അബ്ഡക്ഷൻ നടത്തുന്ന സമയത്ത് തന്നെ ഈ പ്രതിക്ക് അയാളെ വധിക്കണം എന്നുള്ള ഉദ്ദേശ്യം 100% ഉണ്ടായിരിക്കണം. ഇതിനെ സംബന്ധിച്ച് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസുണ്ട്. ഉപേന്ദ്രനാഥ ഘോഷ് വേഴ്സസ് എംപറർ AER 1940 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസിൽ അതിന്റെ വിധിയിൽ വ്യക്തമായി പറയുന്നുണ്ട് 364 നിൽക്കണമെങ്കിൽ ഈ തട്ടിക്കൊണ്ടു പോകുന്ന അവസരത്തിൽ തന്നെ പ്രതിക്ക് അയാളെ വധിക്കണം എന്നുള്ള ഉദ്ദേശ്യം ഉണ്ടായിരുന്നിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പ്രോസിക്യൂഷൻ ഏറ്റവും ആദ്യമായിട്ട് നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ പ്രൂവ് ചെയ്യേണ്ടിയിരുന്ന പരമപ്രധാനമായ കാര്യം. ഗ്രീഷ്മയും ഷാരോണും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിനെ കുറിച്ചിട്ട് ഇന്ന് ലോകത്ത് പാട്ട് തന്നെയാണ്, എല്ലാവർക്കും എല്ലാം അറിയാം. അതിനാൽ ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയി പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ഈ വിധിന്യായത്തിൽ നിന്നും മനസ്സിലാകുന്നത് ആ ബന്ധം നിലനിന്നത് 1 വർഷം മാത്രമായിരുന്നു എന്നാണ്. 2021 ഒക്ടോബർ മാസം ആരംഭിക്കുന്നു. അതുപോലെ തന്നെ 2022 ഒക്ടോബർ മാസം 25-ാം തീയതി ഷാരോണിന്റെ മരണത്തോടെ അത് അവസാനിക്കുന്നു. അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. അതായത് അവര് താലികെട്ട് നടത്തി, സിന്ദൂരം അണിയിക്കുന്നു, പലയിടത്തും പോകുന്നു. സ്വന്തം വീട്ടിലും, ഗ്രീഷ്മയുടെ വീട്ടിലും ഷാരോണിന്റെ വീട്ടിലും പല ഹോട്ടലുകളിലും വെച്ചിട്ട് അവരുടെ ഇഷ്ടാനുസരണം ലൈംഗിക ബന്ധത്തിലും മറ്റും ഏർപ്പെടുന്നു. കല്യാണം പിന്നെ നവംബർ മാസത്തിൽ അവർ തമ്മിൽ ഒളിച്ചോടി പോകാൻ തീരുമാനിക്കുന്നു. ഇതിനിടയിൽ ഒരു പട്ടാളക്കാരനുമായിട്ട് ഗ്രീഷ്മയുടെ എൻഗേജ്മെന്റ് നടക്കുന്നു. അതിനുശേഷം 2 മാസത്തേക്ക് അവർ പിരിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. ഈ ജഡ്ജ്മെന്റിൽ തന്നെ 2 ഭാഗത്ത്, ഒരു ഭാഗത്ത് ഈ ഷാരോണിന്റെ അച്ഛൻ പറയുന്നതായിട്ടും മറ്റൊരു ഭാഗത്ത് കോടതി സ്വമേധയാ പറയുന്നത് ഗ്രീഷ്മയും ഷാരോണും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിരുന്നു എന്നാണ്.
ഇനി നമുക്ക് ഈ പ്രോസിക്യൂഷൻ കേസ് എന്താണെന്ന് നോക്കാം. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ വിചാരണ നടന്നത്. അപ്പോ പ്രോസിക്യൂഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒക്ടോബർ മാസം 13-ാം തീയതി അർദ്ധരാത്രി ഏകദേശം 1 മണിക്കൂർ 7 മിനിറ്റോളം നേരം ഗ്രീഷ്മ വാട്സാപ്പ് കോളിലൂടെ ഷാരോണുമായി സംസാരിക്കുന്നു. അദ്ദേഹത്തെ സെക്സ് നൽകാം എന്ന് പ്രലോഭനപ്പെടുത്തി സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അതുതന്നെ 14-ാം തീയതി, അന്നാണ് ഈ വിഷം കൊടുത്തത്, 14-ാം തീയതി രാവിലെയും ഇതേ സംഗതികൾ ആവർത്തിക്കുന്നു. അതുകൊണ്ട് പ്രോസിക്യൂഷൻ പറയുന്നത്, ഈ സംസാരിച്ച വേളയിൽ ഗ്രീഷ്മ ഇങ്ങനെ ഒരു പ്രലോഭനം നടത്തി, സെക്സ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രലോഭനം നടത്തി തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ കേസ്. അങ്ങനെ അവിടെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഗ്രീഷ്മ ഷാരൂണിന് വിഷം നൽകി കൊന്നു. അപ്പോ 364 സെക്ഷൻ നിലനിൽക്കും. കാരണം ഈ കേസിന്റെ ഈ കുറ്റകൃത്യത്തിന്റെ ആരംഭം കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് കേരള പോലീസിനെ അന്വേഷിക്കാം. അതുപോലെ തന്നെ നേരത്തെ സെഷൻസ് കോടതിക്ക് ഇത് വിചാരണ ചെയ്യാം എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ കേസ്. ഇവിടെ നമുക്ക് വളരെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിരുന്ന 2 വ്യക്തികൾ, എസ്പെഷ്യലി നമ്മുടെ ഇന്നത്തെ കാലത്ത് ഈ ലിവിങ് ടുഗദറൊക്കെ വളരെ സർവ്വസാധാരണമാണ്. അങ്ങനെ ഉള്ള 3.5 കിലോമീറ്റർ മാത്രം ദൂരത്ത് താമസിക്കുന്ന ഭർത്താവിനെ ഒരു ഭാര്യ ഞാൻ സെക്സ് നൽകാം എന്ന് പ്രലോഭിപ്പിച്ച് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അതങ്ങോട്ട് ദഹിക്കുന്ന ഒരു കാര്യം അല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കുറ്റകൃത്യത്തിന് ദൃക്സാക്ഷികളെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എല്ലാം അനുമാനങ്ങളാണ്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഡിജിറ്റൽ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലും മാത്രമാണ് ഈ കോടതി ഇങ്ങനെ ഈ തട്ടിക്കൊണ്ടുപോകൽ നടന്നു എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ജൂലൈ 1-ാം തീയതി മുതലാണ് പുതിയ BNS നിലവിൽ വന്നത്. അതിനു മുമ്പ് എല്ലാ ഡിജിറ്റൽ തെളിവുകൾക്കും പ്രൈമറി എവിഡൻസ് വാല്യൂ ഉണ്ടായിരുന്നില്ല, സെക്കൻഡറി എവിഡൻസ് വാല്യൂവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഉണ്ടായിരുന്നത് സാഹചര്യ തെളിവുകൾ മാത്രമാണ്. ആശ്രയിച്ചത് മിക്കവാറും എല്ലാം തന്നെ ഡിജിറ്റൽ തെളിവുകൾ ആയിരുന്നു. പിന്നെ ഈ ഷാരോണും ഗ്രീഷ്മയും തമ്മിൽ എന്താണ് യഥാർത്ഥത്തിൽ സംസാരിച്ചതെന്ന് ഈ ലോകത്ത് അവർക്ക് മാത്രമേ അറിയാവൂ, മറ്റാരും തന്നെ കേട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലും ആണ് നമ്മൾ ഈ 364 നിലനിൽക്കുമോ എന്ന് പരിശോധിക്കേണ്ടത്. കാരണം ഗ്രീഷ്മയ്ക്ക് കൊല്ലാനുള്ള ഉദ്ദേശ്യം 13-ാം തീയതി രാത്രി തന്നെ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. മറ്റൊരു പ്രസക്തമായ കാര്യം ഉള്ളത്, ഈ 1 വർഷത്തെ ബന്ധത്തിന് ഇടയ്ക്ക് തന്നെ 2022 ഓഗസ്റ്റ് മാസം 22-ാം തീയതി ഷാരൂണിനെ കൊലപ്പെടുത്താനായി ഒരു ജ്യൂസ് ചലഞ്ച് ഗ്രീഷ്മ നടത്തിയതായും അത് ഷാരൂണിന് ബോധ്യപ്പെട്ടതായിരുന്നു എന്നും കോടതി കണ്ടെത്തുന്നു. അപ്പോ ഈ കുട്ടി വേണമെങ്കിൽ 7 നിമിഷവും എനിക്ക് വിഷം തന്ന് കൊലപ്പെടുത്താം എന്നുള്ള ഒരു ബോധം ഈ ഷാരൂണിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് കോടതി പറയുന്നത്. അതിന്റെ ആ ഒരു ഷാരോണിന്റെ അറിവിന്റെയും കൂടി അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ഈ തട്ടിക്കൊണ്ടുപോകൽ കഥ പരിശോധിക്കുന്നത്. അങ്ങനെ പോലീസ് ഈ ചാർജുകളൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കുറ്റകൃത്യങ്ങളുടെയും ചാർജുകൾ ഉൾപ്പെടെ നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. അപ്പോൾ തന്നെ ഗ്രീഷ്മ പറയുന്നു, ഈ കോടതിക്ക് ഇത് വിചാരണ ചെയ്യാനുള്ള അധികാരമില്ല. ഞാൻ കുറ്റം ചെയ്തു എങ്കിൽ തന്നെയും അത് വിചാരണ ചെയ്യേണ്ടത് തമിഴ്നാട്ടിലാണ്. പക്ഷേ മജിസ്ട്രേറ്റ് കോടതി അത് തള്ളിക്കളയുന്നു. കേസിനെ റെമിറ്റ് ചെയ്യുന്നു സെഷൻസ് കോടതിയിലേക്ക്. സെഷൻസ് കോടതിയിലും ഗ്രീഷ്മ ഇതേ ആവശ്യം ഉന്നയിക്കുന്നു. സെഷൻസ് കോടതിയും തള്ളിക്കളയുന്നു. ഗ്രീഷ്മ നേരെ ഹൈക്കോടതിയിലേക്ക് പോകും. അവിടെ പോയതിനു ശേഷം ഈ ജുറിസ്ഡിക്ഷനാണ് ചലഞ്ച് ചെയ്തത്. അവിടെ ചെന്നതിന് ശേഷം ഗ്രീഷ്മ തന്നെ ഒരു ആവശ്യം ഉന്നയിക്കുന്നു. ഓക്കെ, ഇതിലൊരു തീരുമാനം തൽക്കാലം എടുക്കണ്ട, അത് സെഷൻസ് കോടതിക്ക് തന്നെ വിട്ടുകൊടുക്കുക. എനിക്ക് പക്ഷേ ട്രയലിന്റെ സമയത്ത് ഈ ആവശ്യം വീണ്ടും ഉന്നയിക്കാനുള്ള അവകാശം നൽകണം. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ഓക്കെ, ദ ഇഷ്യൂ ഈസ് ലെഫ്റ്റ് ഓപ്പൺ ടു ദ സെഷൻസ് കോർട്ട്. അവിടെ നിങ്ങൾക്ക് ഈ വിഷയം വീണ്ടും ഉന്നയിക്കാവുന്നതാണ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. പക്ഷെ അതിനുശേഷം അതിനെതിരെ ഒരു അപ്പീലല്ല. കാരണം ഗ്രീഷ്മയ്ക്ക് അപ്പീൽ കൊടുക്കാൻ
സാധിക്കില്ല. അവൾ തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് ഹൈക്കോടതി അത്ര ഒരു തീരുമാനം എടുത്തത്. എന്നാൽ ഗ്രീഷ്മ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഈ കേസ് കേരളത്തിൽ നിന്നും മാറ്റി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ സുപ്രീം കോടതിയും പറഞ്ഞു, നിങ്ങൾ ഈ വിഷയം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഉന്നയിച്ച അവസരത്തിൽ നിങ്ങൾ തന്നെ പറഞ്ഞു, വേണ്ട, ഇത് ഇങ്ങനെ തുറന്നിട്ടിരിക്കാം, ഈ ഇഷ്യൂ ഇത് സെഷൻസ് കോടതി തീരുമാനിക്കട്ടെ, അവിടെ നിങ്ങൾക്ക് വീണ്ടും ഇത് ഉന്നയിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ പെറ്റീഷൻ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത്. അപ്പോ ഗ്രീഷ്മയ്ക്ക് ഈ ചോദ്യം ട്രയലിന്റെ സമയത്ത് സെഷൻസ് കോടതിയിൽ ഉന്നയിക്കാനുള്ള അവകാശം നിലനിന്നിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. Admittedly, there is no one who has seen Grishma inviting Sharon to her house എന്ന് കോടതി എടുത്തെടുത്ത് പറയുന്നു. അപ്പൊ ഇവിടെ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ കാള് വാട്സപ്പ് കാളായതുകൊണ്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഉണ്ടായിരുന്നത് കുറച്ച് സാക്ഷികളാണ്. സാക്ഷികൾ ഒന്ന് ഷാരൂണിന്റെ ബ്രദർ, മറ്റ് 2 കൂട്ടുകാർ, അദ്ദേഹത്തിന്റെ അച്ഛൻ എന്നിവരൊക്കെ ആയിരുന്നു അതിനുള്ള സാക്ഷികൾ. കൂടാതെ കോൾ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ അസന്നിഗ്ധമായി സ്ഥാപിച്ചത് ഈ കൃത്യം നടന്ന 14-ാം തീയതി രാവിലെ ഷാരൂൺ പാറശാല പോലീസിന്റെ പരിധിക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഈ സംസാരം, അവർ തമ്മിലുള്ള സംസാരം ആരും കേട്ടിട്ടില്ലാത്തതിനാൽ ഈ ഗ്രീഷ്മ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെ പ്രലോഭനം നടത്തിയോ ഇല്ലയോ, ഗ്രീഷ്മയ്ക്ക് കൊല്ലാനുള്ള ഉദ്ദേശം അപ്പോഴേ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും തന്നെ അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. ഷാരൂൺ അന്ന് പാറശാലയിലായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത് എന്ന് മാത്രമേ തെളിയിക്കപ്പെട്ടിട്ടുള്ളൂ. ഇനി ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് കോടതി കണ്ടെത്താൻ വേണ്ടി ആശ്രയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറയുന്നത് PW2 ആണ്, ഒരു റെജിൻ ഈ ഷാരൂണിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അവർ തമ്മിൽ ഈ ഗ്രീഷ്മയും ഷാരൂണും തമ്മിലുള്ള എല്ലാ ബന്ധത്തിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും റെജിനെ ബോധ്യപ്പെടുത്തിയിരുന്നു, റെജിന് അറിയാമായിരുന്നു. ഈ റെജിനെയാണ് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോകാൻ ഷാരൂൺ കൂട്ടുവിളിച്ചത്. അദ്ദേഹത്തിന്റെ പൾസർ ബൈക്കിൽ 2 പേരും തമ്മിൽ പോവുകയായിരുന്നു. അപ്പോൾ ഈ റെജിൻ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ മുൻപ് പല അവസരങ്ങളിലും ഇതുപോലെ ഷാരൂണിനെ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നും ഈ കക്ഷി അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വെളിയിൽ കാത്തു നിൽക്കുകയായിരുന്നു, 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഷാരൂൺ അവശനായിട്ട് പച്ച കളറിൽ ഛർദ്ദിച്ചു കൊണ്ട് വരുന്നത് കണ്ടു. അതിനുശേഷം ഞാൻ ബൈക്കിന്റെ പുറകിൽ കയറ്റി വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ അവൻ വളരെ അവശനായിരുന്നു. എന്നിരുന്നാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നിർത്താൻ പറഞ്ഞു, ഛർദ്ദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നിർത്തി, വീണ്ടും പച്ച നിറത്തിൽ ഛർദ്ദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എടാ അളിയ, അവൾ എന്നെ വഞ്ചിച്ചു എന്നും പറഞ്ഞാണ് ഛർദ്ദിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും മുൻപുള്ള ഈ കൊലപാതക ശ്രമം അറിഞ്ഞിട്ടുള്ള റെജിൻ സ്വാഭാവികമായിട്ടും എന്താണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാരൂണിനെ അപ്പോൾ തന്നെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു വേണ്ടിയിരുന്നത്. വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമായിരുന്നു. അന്ന് തന്നെ ഗ്രീഷ്മ അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. ഒരുപക്ഷെ യഥാസമയമുള്ള ചികിത്സ ഷാരൂണിന് കിട്ടുമായിരുന്നു. ഷാരൂൺ ഇന്ന് ഒരുപക്ഷെ ജീവിച്ചിരിക്കുമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഈ മനസ്സിലെ കുറ്റബോധങ്ങൾ പലതും കിടക്കുന്നത് കൊണ്ടും താൻ കൂടി ഇനി പിടിക്കപ്പെടുമോ എന്നുള്ള ഭയത്താലും റെജിൻ നേരെ ഷെറിനെ അവന്റെ വീടിന്റെ നടയെ കൊണ്ട് വണ്ടി നിർത്തി, വണ്ടിയും കൈമാറി അവൻ പൊടിയും തട്ടി നേരെ സ്വന്തം വീട്ടിലേക്ക് പോയി. അവിടെ നടന്ന ഒരു കാര്യവും അന്നത്തെ ഒരു സംഭവവും ഈ റെജിൻ എന്ന വ്യക്തി ആരെയും അറിയിച്ചിട്ടില്ല. ഷാരൂൺ അവന്റെ വീട്ടിലേക്ക് പോകുന്നു, ഛർദ്ദിക്കുന്നു, ലൂസ് മോഷൻ വരുന്നു, ആരോടും ഒന്നും പറയുന്നില്ല. പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ഈ പറയുന്ന റെജിനെ ആണ് ഗ്രീഷ്മ ഷാരൂണിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് ഒരു കണ്ടെത്തൽ നടത്താൻ വേണ്ടി ആശ്രയിച്ച പ്രധാന സാക്ഷി. എങ്ങനെയുണ്ട്? ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഈ തട്ടിക്കൊണ്ടുപോകലിന് കൂട്ടുനിന്ന ഒരു കക്ഷി തന്നെയാണ് പറയുന്നത് തട്ടിക്കൊണ്ടുപോയി എന്ന്. അതിന് ഞാനാണ്, ഈ കൊണ്ടുപോയ ആൾ ഞാനാണെന്നും പറയുന്നു. എന്ത് വിചിത്രമായ ഒരു കണ്ടെത്തലാണ് ബഹുമാനപ്പെട്ട കോടതി നടത്തിയതെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇനി നമുക്ക് ഗ്രീഷ്മ ഷാരൂണിനെ
പ്രലോഭിപ്പിച്ചു, സെക്സൊക്കെ തരാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് തട്ടിക്കൊണ്ടുപോയി എന്ന് തന്നെ നമുക്ക് സമ്മതിക്കാം. പക്ഷേ ഈ ഗ്രീഷ്മയ്ക്ക് ആ സമയത്ത് ഇവനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശ്യം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ കണ്ടു, സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, ദൃക്സാക്ഷികൾ ഇല്ല. അപ്പോൾ സാഹചര്യ തെളിവുകൾ മാത്രമുള്ള ഒരു കേസിൽ ഓരോ സാഹചര്യവും ചേർത്ത് വെച്ച് ഒരു ചങ്ങല ഉണ്ടാക്കണം, ഒരു ചെയിൻ ഉണ്ടാക്കണം, ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു കണ്ണി പൊട്ടിപ്പോയാൽ ഈ എൻറ്റയർ കേസും പൊട്ടിപ്പോകും. ഏതെങ്കിലും ഒരു കണ്ണി വീക്കായി കഴിഞ്ഞാൽ അത് കേസിനെ ബാധിക്കും. ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസിൽ ഗ്രീഷ്മയ്ക്കായിരിക്കും ലഭിക്കുക, ഷാരോണിനല്ല. അപ്പോ ഈ ഒരു പശ്ചാത്തലത്തിലാണ്, നമ്മുടെ പോലീസിന്റെ പ്രോസിക്യൂഷൻ കേസിന്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ അതൊന്നും ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന് ഞാൻ ഇവിടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഞാൻ കണ്ടെത്തുന്നത് ഈ കോടതിയുടെ വിധിന്യായത്തിലുള്ള കണ്ടെത്തലുകളുടെയും രേഖകളുടെയും വെളിച്ചത്തിൽ മാത്രമാണ്, അല്ലാതെ എൻ്റെ ഒരു സ്വന്തം അഭിപ്രായം അല്ല ഞാൻ ഇവിടെ പറയാൻ പോകും. ഇപ്പോൾ നാം കണ്ടു, ഗ്രീഷ്മയ്ക്ക് 13-ാം തീയതി രാത്രി അല്ലെങ്കിൽ 14-ാം തീയതി രാവിലെ ഷാരോണിനെ വധിക്കണം എന്നുള്ള ഉദ്ദേശ്യം മെൻസ്രിയ ഇല്ലാതിരുന്നു എങ്കിൽ സെക്ഷൻ 364 നിലനിൽക്കില്ല. ബാക്കിയുള്ള ഈ കേസിന്റെ വിചാരണ നടത്താനുള്ള അധികാരം ഇല്ലായിരുന്നു എന്ന് തെളിയിക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രീഷ്മയ്ക്ക് നൽകിയ വിധി എല്ലാം തന്നെ അസ്ഥിരപ്പെടും. ഇവിടെയാണ് പ്രോസിക്യൂഷൻ, അതായത് പോലീസ് നടത്തിയ ഏറ്റവും വലിയ ഒരു മണ്ടത്തരം. ഞാൻ ആ ഭാഗം 2-3 സെന്റൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിന്റെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്ന 2-3 സെന്റൻസ് ഞാൻ വായിക്കാം, കേൾക്കുക. ഷാരോൺ entered the bedroom of the house. Grishma made a request again to break in their relationship, but he was not willing. Quickly, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. Quickly, after pretending love, she made a challenge to Sharon to drink കഷായം. ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ. ഷാരോൺ ഗ്രീഷ്മയുടെ ബെഡ്റൂമിൽ പ്രവേശിക്കുന്നു. അപ്പോൾ അവൾ വിഷം കൊടുക്കാനല്ല ആദ്യം ശ്രമിച്ചത്. ഷീ മെയ്ഡ് എ റിക്വസ്റ്റ്, അപേക്ഷിക്കുകയാണ് ഉണ്ടായത്. എന്തിനാണ്? നമുക്ക് ഈ ബന്ധം മതിയാക്കാം. പക്ഷേ ഷാരോൺ അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുന്നത്? ഈ ഗ്രീഷ്മ ഷാരോണിനെ വിളിച്ച അവസരത്തിൽ അവൾക്ക് അവനെ കൊല്ലണം എന്നല്ലായിരുന്നു ഉദ്ദേശ്യം. നേരിട്ട് ഒരു അപേക്ഷ സമർപ്പിക്കുക, നമുക്ക് പിരിയാം. അപ്പോൾ ഷാരോൺ അതിനെ സമ്മതിച്ചിരുന്നു എങ്കിൽ 100% ഈ വിഷം കൊടുക്കൽ പ്രക്രിയ നടക്കില്ലായിരുന്നു. അടുത്തുള്ള വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ക്വിക്ക്ലി. ഇവൻ ഇത് ഡിനേ ചെയ്ത അവസരത്തിൽ വളരെ പെട്ടെന്ന്, അതായത് ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ. അതെന്തിലേക്കും ഗ്രീഷ്മയ്ക്ക് ഇവനെ കൊല്ലണം എന്നുള്ള പ്രീ പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. ഷാരോൺ ഇത് നിരസിച്ച അവസരത്തിൽ പെട്ടെന്നാണ് ഒരു തീരുമാനം എടുക്കുന്നത് എങ്കിൽ അവന് വിഷം കൊടുക്കുക. പിന്നെ അവർ വളരെ നാടകം എന്തൊക്കെയാണ് നടത്തിക്കൂട്ടിയതെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. കാരണം വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, സ്നേഹം നടിക്കുന്നു, അതിനുശേഷമാണ് ഈ കഷായ ചലഞ്ച് ചെയ്യുന്നത്. നേരത്തെ തന്നെ ഇവള് പലതും കുടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമുള്ള ഷാരോൺ തന്നെ അത് വാങ്ങി കുടിക്കുന്നു. ഇതായിരുന്നു നടന്ന സംഭവം. അപ്പോൾ ഈ കാര്യം വിശദമായിട്ട് കോടതി പരിശോധിക്കുകയാണ് എങ്കിൽ സെക്ഷൻ 364 നിലനിൽക്കില്ല എന്ന് കണ്ടെത്തും. കാരണം കൊല്ലാനുള്ള മെൻസ്രിയ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ബന്ധത്തിൽ നിന്നും വേർപിരിയാൻ ഒരു അപേക്ഷ നടത്താനുള്ള ഉദ്ദേശ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് നടത്തി. ആ സമയം അതിന് ഷാരോൺ വഴങ്ങിയില്ല. പെട്ടെന്ന് തന്നെ എങ്കിലും അവനെ തട്ടിക്കളയാം, അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാകുകയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വിഷവും ഉണ്ടാക്കി വെച്ചിരുന്നു. ബട്ട് ദാറ്റ് വാസ് only a secondary option. The first option was request. അപ്പോ ഈ കേസിൽ ഈ 364 നിലനിൽക്കാൻ പോകുന്നില്ല. കോടതിക്ക് ഈ കേസ് ട്രയൽ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഭാവിയിൽ കണ്ടെത്താനുള്ള എല്ലാ
ചാൻസും ഈ 2-3 സെന്റൻസിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരു ക്രിമിനൽ കേസിൽ 100% സംശയാതീതമായി ഒരാൾ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെടണം, എങ്കിൽ മാത്രമേ ശിക്ഷിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും മാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിച്ച ഈ വധശിക്ഷ മാത്രമല്ല, ഒരു ശിക്ഷയും നിലനിൽക്കാനുള്ള ചാൻസസ് ആർ വെരി 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 റിമോട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ സാഹചര്യ തെളിവുകളുടെ ചങ്ങലയിലെ ഒരു വളരെ വളരെ പ്രധാനപ്പെട്ട കണ്ണി പൊട്ടിയിരിക്കുന്നു. ഇത് ഈ കേസ് അറിഞ്ഞ ഉടനെ തന്നെ ഇത് അന്വേഷണം തമിഴ്നാട് പോലീസിനെ ഏൽപ്പിക്കണമായിരുന്നു. അവർ ഇത് അന്വേഷണം നടത്തി അധികാര പരിധി ഉള്ള ഒരു കോടതിയിൽ ഇതിൻ്റെ വിചാരണ നടത്തണമായിരുന്നു. അങ്ങനെ നടത്തിയിരുന്നു എങ്കിൽ ഈ ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രതിസന്ധികൾ ഒന്നും തന്നെ ഉടലെടുക്കുമായിരുന്നില്ല. കാരണം ഈ 364 അഭാവത്തിൽ തന്നെ 302, 328, 203 ഒക്കെ കന്യാകുമാരിയിലുള്ള സെഷൻസ് കോടതിക്ക് വിചാരണ നടത്താനും വിധി പ്രസ്താവിക്കാനും ഉള്ള പരിപൂർണ അധികാരം ഉണ്ടായിരുന്നതിന് ആ ഒരു ചാൻസാണ്, ആ സെന്റൻസുകൾ പ്രോസിക്യൂഷന്റെ ഭാഗമായിരിക്കാനേ പാടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കേസ് കേരള പോലീസ് അന്വേഷിക്കാൻ പാടുണ്ടായിരുന്നില്ല. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഈ കേസ് തമിഴ്നാട് പോലീസിന് കൈമാറണമായിരുന്നു, അവരന്വേഷിക്കണമായിരുന്നു. തമിഴ്നാട്ടിലെ സെഷൻസ് കോടതിയിൽ ഇത് വിചാരണ ചെയ്യപ്പെടണം ആയിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ സെക്ഷൻ 364 പ്രസക്തിയെ ഉണ്ടാകുമായിരുന്നില്ല. അതിൻ്റെ അഭാവത്തിൽ തന്നെ അവിടുത്തെ കോടതിക്ക് ഇത് വിചാരണ നടത്താനും ഗ്രീഷ്മയെ ശിക്ഷിക്കാനും കഴിയുമായിരുന്നു. അതുകൊണ്ട് ഈ കേരള പോലീസിന്റെ അതിബുദ്ധിയാണ് ഈ കേസിന്റെ വിധിക്ക് ശേഷം ഈ കേസിനെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഈ കേസ് ആരംഭത്തിലെ തമിഴ്നാട് പോലീസിനും വിട്ടുകൊടുത്ത് കേരള പോലീസ് അന്തസ്സായിട്ട് കൈ കഴുകണം ആയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് മാത്രമേ ഇതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം.